പിണറായി സർക്കാരിന് മൂന്നാം തുടർഭരണമുണ്ടാകുമെന്ന സിപിഐഎമ്മിന്റെ പ്രഖ്യാപനം വ്യാമോഹം മാത്രമാണെന്നും ഇടത് ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനം ഇവരെ ആട്ടിയകറ്റാൻ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണെന്നും കെപിസിസി വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞു. പന്നിത്തടം പ്രിയദർശിനി ക്ലബ്ബ് സംഘടിപ്പിച്ച സാന്ത്വന സ്പർശം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനദ്രോഹ ഭരണം നടത്തുന്നതിൽ കേന്ദ്ര കേരള സർക്കാരുകൾ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന് വരുത്തി തീർക്കാൻ കോടികൾ മുടക്കിയുള്ള പ്രചരണങ്ങൾ മാത്രമാണ് LDF സർക്കാർ നടത്തുന്നത്. കേരളത്തിലെ വ്യവസായങ്ങൾ പൂട്ടിച്ചവരാണ് നിക്ഷേപം സ്വീകരിക്കുന്നവർ എന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. 10 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന വ്യവസായങ്ങൾക്ക് രൂപം നൽകാൻ കഴിയാത്ത ഈ സർക്കാർ പ്രവാസികൾ തുടങ്ങിയ ഹോട്ടലുകൾ ഉൾപ്പെടെയാണ് നേട്ടമായി പറയുന്നതെന്നും പൊതുപ്രവർത്തനത്തിലും ഭരണ നേട്ടത്തിലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മഹനീയ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാർ പറയാണ് ഇതാ പിണറായി വിജയന്റെ മൂന്നാം ഊഴം വരുന്നു അല്ലേ? പിണറായി വിജയന്റെ മൂന്നാം ഊഴം വരുന്നു എന്നാണ് പറയുന്നത്. എന്ത് മൂന്നാം ഊഴം വരാൻ പോകുന്നത്? ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി, ഈ സർക്കാരിനെ അടിച്ചു പുറത്താക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു സംശയത്തിൽ വേണ്ട, ഒരു മൂന്നാം ഊഴം കിട്ടാൻ പോകുന്നില്ല. പിണറായി വിജയന്റെ ഈ ഊഴത്തോടു കൂടി CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇനി കേരളത്തിൽ ഒരിക്കലും അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പായും കഴിഞ്ഞു. പ്രിയദർശിനി പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, യാവുട്ടി ചിറമനേങ്ങാട്, കണ്ണൻ നമ്പ്യാർ, K ജയശങ്കർ, KC ഹംസ, സലാം വലിയകത്ത്, രഞ്ജു താരു തുടങ്ങിയവർ സംസാരിച്ചു. RG കോർഡിനേറ്റർ റഫീഖ് ഐനിക്കുന്നത്ത് സന്ദീപ് വാര്യർക്ക് സ്നേഹാദരം നൽകി. റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുത്ത PS ഐശ്വര്യ, യുവ ഡോക്ടർമാരായ വാഹിദ സിദ്ദീഖ്, റോഷിദ് ഉസ്മാൻ എന്നിവരെയും ആശാവർക്കർമാരെയും ചെണ്ട നിർമ്മാണ തൊഴിലാളികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റും നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു.